വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവു നിങ്ങൾ മതി. ഒരു മുഴം തുണി വാങ്ങി തന്നാ മതി. തിരുമേനി ഇവിടെ വരണേന് വലിയ സംശയ. നീ പറഞ്ഞില്ലേ മാധവിക്കുട്ടി ആ ഏഭ്യനോട്? വെറുതെ എന്റെ ചാവ വാങ്ങിക്കണ്ടെന്നാ പറഞ്ഞോളൂ. രാമണ ചാവ നിന്ന അങ്ങോട്ട് ഫലിക്കുക. അവൻ തല്ലിത്രേ. കൈയുണ്ടാ? 2 കൈയും കൂട്ടിച്ച ഒരപ്പറയിൽ നെല്ലൂത്തന എങ്ങനെ? അങ്ങനെയാ. നല്ല ശക്തി ഉണ്ടായിരുന്നാവോ? പിന്നില്ലേ. മാസം നാത്തൂന്റെ അധികാരത്തിന് കൈമൂലം ഭേദം എല്ലാവരും ഇവിടെ കേട്ടിച്ചാടി ചാവുന്നതാ വേണം. പിന്നെ ഒരരിശത്തിന് കിണറ്റി ചാടിയ പിന്നെ 9 അരിശത്തിന് കരക്ക് കയറാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ഞാൻ എല്ലാം മൂന്നി കേട്ട് തിരിച്ചോട് അന്നത്തെ നിന്ദിക്കാതെ ആവശ്യപ്പെട്ടു. കർത്താവ് പൊറുക്കത്തില്ല. അപ്പച്ചൻ അങ്ങനെയൊക്കെ പറയും. എന്റെ മക്കൾക്ക് എന്താ വേണ്ടത്? ജ്യൂസ് എടുക്കട്ടെ? ഓറഞ്ച് വേണോ ആപ്പിൾ വേണോ? ആനിമോക്കോ? ആന്റിയുടെ ചോദ്യം കേൾക്കുമ്പോഴേ എനിക്ക് കഴിച്ച പോലെയാ. ഒന്നും വേണ്ട. ആർക്കും ഒന്നും വേണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഈ അടുക്കള കിടന്ന് അറിയിക്കുന്നു? ആന്റിക്ക് ഇവിടെ ജോലി കിട്ടിയപ്പോ ഞാനും കൂടെ ഇഞ്ഞു പോന്നു. No more. May his soul rest in peace. But he won't rest in peace. Because ആന്റിയുടെ ആഗ്രഹമായിരുന്നു to go back to England. അത് സാധിച്ചില്ല. അയ്യോ കഷ്ടം. എന്റെ ആഗ്രഹം അതാണ്. മരിക്കണമെങ്കിൽ ഇംഗ്ലണ്ട് വെച്ച് മരിക്കും. ആന്റി അക്കാര്യത്തിൽ ദൈവം സഹായിക്കും. കേസ് കിട്ടാനാണോ പാട്? നിനക്കറിയാമോ നമ്മുടെ കൊച്ചുണ്ണിയെ? ഏത്? കായംകുളം കൊച്ചുണ്ണിയോ? ആ, ഏതോ ഒരു കുളമാണ്. അവൻ എന്റെ കയ്യിലൊന്നും പെട്ടു. ആരാടാന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയുന്ന പ്രായം. താഴ്ത്തി പിടിച്ച് 2 അടി. കൊച്ചുണ്ണി ക്ലോസ്. അല്ല, കായംകുളം കൊച്ചുണ്ണിയെ തൂക്കിക്കൊന്നില്ലേ? എന്നാ ഇത് കുന്നംകുളം കൊച്ചുണ്ണിയായിരിക്കും. പ്രൊഫസർ സാർ, ഈ കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങയെ ഉപദേശിക്കാൻ പോവാണ്. മദ്യം വിഷമാണ്. മദ്യപാനികൾ ഈ സമൂഹത്തോട് ഇയാളൊന്ന് നേരത്തെ ഫിറ്റായോ? സംസ്കാരമല്ലാത്ത മനുഷ്യൻ. ഏതോർക്കെ പ്രേമിച്ചെന്നും പറഞ്ഞ ഈ പരാക്രമം. ഇവനെയൊക്കെ പറ്റിച്ചുകൊണ്ട് ആ പെണ്ണ് ഓടിപ്പോയതിൽ എന്താ തെറ്റ്? ചേച്ചി ഓഫീസിൽ വന്നപ്പോ ഞാൻ സ്വല്പം മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയായിരുന്നു. ഗൂർഖക്ക് കൊടുക്കാൻ 10 or 20 രൂപ ഞാനും തന്നേക്കാം. പക്ഷെ ഒരു ഗൂർഖനെ വേണമെന്നുണ്ടോ? സാധാരണ വാച്ച്മാൻ പോരെ? പറ്റില്ല പറ്റില്ല പറ്റില്ല. ഗൂർഖ തന്നെ വേണം. നല്ല ആരോഗ്യമുള്ള ഒരു മലയാളി പോരെ? എന്താ ചേച്ചിയല്ലേ? ഗൂർഖയായാലേ കള്ളന്മാർക്കൊരു പേടി കാണും. മാത്രമല്ല, ഈ ഗൂർഖകളെ കുത്തിയാലും കൊന്നാലും ഒന്നും പോലീസ് കേസെടുക്കത്തില്ല. ആ, ഗൂർഖകൾക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. ചിന്നമ്മ പറയുന്നത് നുണയാണെന്ന് നാട്ടുകൂട്ടത്തിന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരുവന്റെ കുട്ടിയെ കെട്ടിയവന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ച് പിഴച്ചു പെറ്റ ഇവളെ തലമുണ്ടകം ചെയ്ത് പുള്ളി കുത്തി മുക്കാലിൽ കെട്ടിത്തല്ലി കഴുതപ്പുറത്ത് കെട്ടി നാട്ടിലൂടെ നടത്തണമെന്നാണ് നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം. ഇത് കുഞ്ഞുങ്ങള് വെളുത്തതും കറുത്തതും ഒക്കെ ഇരിക്കും. വല്ലോരും പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യയെ സംശയിക്കാന്ന് പറഞ്ഞാൽ കഴുതപ്പുറത്ത് കയറണോ അതോ അവിടെ കയറിയിരിക്കണോ ഒന്നും പറഞ്ഞില്ല. നാട്ടുകൂട്ടം കൽപ്പിക്കാനുള്ള സ്ഥാനം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ അത് ശ്രീകൃഷ്ണനാവാം. അല്ല, ഈ മൃഗസംരക്ഷണത്തെ കുറിച്ച് വല്ലതും അറിയാമോ? കുറേശ്ശെ അറിയാം. 21 കൊല്ലം പാപ്പാനായിരുന്നു. അതുകൊണ്ടായില്ല. മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആനയുടെ ഭക്ഷണം, താമസം, സുഖസൗകര്യങ്ങൾ എന്നിവയെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത്. ആന ഒരു സാധാരണ മൃഗമല്ല,
മനുഷ്യനേക്കാൾ ബുദ്ധിയും നന്ദിയും കൂർമ്മതയുമുള്ള ഒരു വൻ മൃഗമാണ് ആന. ശങ്കർജി ആലിസിഞ്ഞു തരും. ഇത് ആനയ്ക്ക് കൊടുക്കേണ്ട മെനു ആണ്, അതായത് ഡെയിലി കൊടുക്കേണ്ട ഫുഡ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേമാതിരി ഡോക്ടേഴ്സിന് നന്ദി പറയാൻ എത്ര വാക്കുകൾ ഉണ്ടായാലും മതിയാവില്ല. അത്രമാത്രം നമ്മൾ പറയണം, അത്രമാത്രം നന്നായിട്ട് നമ്മൾ നോക്കുന്നത്. കാര്യം പറയട്ടെ, ഇവിടെ ഇന്നിപ്പോ വലിയ കാര്യത്തിൽ പ്രസംഗിക്കുന്നുണ്ട്. പറഞ്ഞ അനുസരണയില്ലാത്ത ഒരു സാധനം ഇത്. ആദ്യം ഒരു ഓപ്പറേഷൻ നടത്തി, എന്നിട്ട് പോയി ഡാൻസ് കളിക്കാനും കൂത്ത് കളിക്കാനും പോയി. അതൊക്കെ കുഴപ്പമായി. ഒരു സാധനം പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ ഞാൻ രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് ഇവിടെ കൊണ്ടിട്ട് ഇവിടെ നിറക്കരുത്, മുറി പൂട്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ ഈ വർത്താനം പറയുന്നതിൽ ഒരു കാര്യമില്ല, ഒരു അനുസരണമില്ല. ഇതിനൊന്നും ഇങ്ങനെ വളർത്തിയ ശരിയാവുള്ളൂ. നീ കൂടുതൽ പ്രസിദ്ധനാവുന്തോറും എന്നെ മറന്നു പോകും. അമ്മേ, എന്റെ മോൻ വലിയവനായി. എനിക്കിനി ഒന്നും വേണ്ട. ഒരാഗ്രഹം കൂടിയേ ഉള്ളൂ, എന്റെ മോന്റെ മടി കിടന്ന് മരിക്കും. അമ്മേ, നീയൊരു ദേവാലയം, നന്മകൾ പൂവിട്ടു പൂജിക്കുമാലയം, ദേവാലയം. അമ്മേ, നീയൊരു ദേവാലയം, നന്മകൾ പൂവിട്ടു പൂജിക്കുമാലയം, ദേവാലയം. പോയത് മലയാളത്തിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അമ്മ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ അമ്മ എത്ര കൺസേൺഡ് ആണ്, എത്രത്തോളം വേവലാതിയോടാണ് നമ്മുടെ അമ്മ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ ചേച്ചിയുള്ളൊരു സെറ്റിലേക്ക് ഏതമ്മമാർക്കും ആരെയും പറഞ്ഞേക്കാം. കാരണം ഒരമ്മയുടെ സ്ഥാനത്തിനപ്പുറത്തേക്ക് നിന്നുകൊണ്ട് നമ്മൾ നോക്കുകയും നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരമ്മ തന്നെയാണ് സുകുമാരി. നൽകിയ സുകൃതിനി നീ, വൻമരുഭൂവിലെ ധർമ്മപ്രവാചകനും ജന്മം നൽകിയ സുകൃതിനി നീ. അമ്മേ, നീയൊരു ദേവാലയം. എന്തുണ്ടെങ്കിലും ആരെയും അറിയിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു ചേച്ചിയാണ്. എന്നെ സംബന്ധിച്ചോളം ചേച്ചി മാത്രമല്ല, ഒരു അമ്മയാണ്, സഹോദരിയാണ്, ഒരു നല്ല സുഹൃത്താണ്. പറഞ്ഞതുപോലെ ഇത് നിയോഗമാണ്. നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആലോചിക്കാനോ പറ്റാത്ത ഒരു കാര്യമാണ് മരണം. ഗാന്ധാരിയും നീയേ, കൊന്തുപെട്ടവരുടെ ദുഃഖം നീ. എല്ലാ അമ്മമാരും ആനയെ പോലാണോ? അതെ കുഞ്ഞെ, ഉള്ളത് എനിക്കറിയാം. കുഞ്ഞിന്റെ അമ്മയെക്കുറിച്ചല്ലേ ഓർത്തത്. ഞാനും കേട്ടിട്ടുണ്ട്. ആ സ്ത്രീക്ക് ഒരിക്കലും സുഖം കിട്ടിയിട്ടുണ്ടാവില്ല. ജീവിതം മുഴുവൻ നീറി കഴിഞ്ഞിട്ടേ ഉണ്ടാവൂ. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാം.